കുറേ നാൾക്ക് മുമ്പ് വന്നൊരു കേസാട്ടോ. അതായത് എൻ്റെ അടുത്ത് വന്നത് അന്ന് ക്ലൈൻറ്റ്, അയാളുടെ പെങ്ങൾ, അളിയൻ. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ, ഇയാൾ മാരീഡാണ്. എൻ്റെ ക്ലൈൻറ്റ് മാരീഡാണ്. സിസ്റ്ററാണ് അപ്പോയിൻമെൻ്റ് എടുത്തത്. മാരീഡാണ്. അയാൾക്ക് നിലവിൽ 2 കുട്ടികളുണ്ട്. മൂന്നാമത്തെ കുട്ടീനെ വൈഫ് 9 മാസം ഗർഭിണിയാണ് വൈഫ്. അപ്പോൾ മൊത്തം 3 കുട്ടികളാവാൻ പോന്നു. അങ്ങനെ അയാൾ വൈഫിൻ്റെ പ്രസവം അടുപ്പിച്ച് നാട്ടിലോട്ട് വരികയാണ്. അപ്പം ഇന്ന് വരുന്നു എന്ന് വീട്ടുകാരടുത്ത് പറഞ്ഞെങ്കിലും ആക്ച്വലി അയാൾ 2 ദിവസം മുമ്പ് വന്നു. അത് പെങ്ങളും അളിയനുമൊക്കെ അറിയാനിടയായി, ഭാര്യ ഒഴിച്ച്. എങ്ങനെയെന്ന് വെച്ചാൽ, ഇയാൾക്ക് നാട്ടിലൊരു എക്സ്ട്രാ മാറ്റർ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇയാളും ആ പെൺകുട്ടിയും കൂടി ഒരിടത്ത് താമസം 2 ദിവസം അവിടെ നിന്ന് അവരുടേതായിട്ടുള്ള അവരുടെ പ്രണയം, ഭയങ്കര പ്രണയം. അപ്പം സ്വാഭാവികമായിട്ടും എക്സ്ട്രാ മാറ്റർ റിലേഷൻഷിപ്പിലെ പ്രണയം എന്ന് പറയുമ്പോൾ അത് സെക്സിലോട്ടും കടക്കുമല്ലോ. അപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ചാൽ, സെക്ഷലി കുറച്ച് ഇറക്ഷൻ നിലനിൽക്കാനുള്ള എന്തോ ഒരു ടാബ്ലറ്റ് അയാൾ എടുത്തു. ആ കൂട്ടത്തിൽ ആക്ച്വലി അയാൾ BP ഹൈ ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ BP മെഡിസിനും കഴിക്കുന്നുണ്ട്. അങ്ങനെ പുള്ളിക്കാരൻ അവിടെ വെച്ച് അൺകോൺഷ്യസ് ആയിട്ട് വീണു. ഈ സ്ത്രീ പേടിച്ചു. ഇതൊരു സിനിമയുണ്ട് ആക്ച്വലി, അതിനകത്ത് മരിച്ചു പോകുന്നതാണ് 100. പിന്നെ അത് എൻ്റെ അടുത്ത് ഈ കേസൊക്കെ വന്നതിന് ശേഷം ഒരുപാട് നാൾ കഴിഞ്ഞാണ് ഞാൻ ആ സിനിമ ഇറങ്ങിയപ്പോൾ ഞാൻ കണ്ടു. ശ്വേതാ മേനോനൊക്കെ ഉള്ളൊരു സിനിമ. പക്ഷെ ഇവിടെ അതൊന്നും സംഭവിച്ചില്ല. എന്തായാലും പുള്ളിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ ഈ പെൺകുട്ടി തന്നെ അയാളുടെ ഫോണിൽ നിന്ന് പെങ്ങളെ വിളിച്ച് അറിയിച്ചു. അങ്ങനെ പെങ്ങളും അളിയനും വന്നു. ഈ കുട്ടി ഇയാൾ ICUയിൽ കിടക്കുന്ന സമയം മുഴുവൻ പുറത്ത് നിൽക്കുകയാണ്. അതിന് ഫാമിലി ഉണ്ട്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ടും ഭാര്യ പ്രസവിച്ചു. ഭാര്യ ഒന്നും അറിയിച്ചില്ല. എന്നിട്ട് ഈ ഹസ്ബൻഡ്, അതായത് എൻ്റെ ക്ലൈൻറ്റ് എന്ന് പറയുന്നത് വല്ലാത്തൊരവസ്ഥയിലോട്ടങ്ങായി. കാരണം പെങ്ങൾ അറിഞ്ഞല്ലോ. എനിക്ക് ആ പെങ്ങളോട് ഭയങ്കര റെസ്പെക്റ്റ് തോന്നി. കാരണം അവരിത് ഡീൽ ചെയ്തൊരു രീതിയുണ്ട്. ആക്ച്വലി അവരാണ് ഈ കേസിലെ കൗൺസിലർ എന്ന് വേണമെങ്കിൽ പറയാം. അവർ ഇയാളെ മാത്രമല്ല, മറ്റേ കുട്ടിയില്ലേ, അയാളുടെ കാമുകി, അതിനെയും കൊണ്ടുവന്നു. ഭയങ്കര വികാരപ്രകടനങ്ങളൊക്കെ ആയിരുന്നു. പിരിയാൻ പറ്റില്ല, 2 പേരും കട്ടയ്ക്ക്. അപ്പം പെങ്ങൾ ഇടയ്ക്ക് സ്വന്തം ആങ്ങളയോട് റേസ് ചെയ്തു. നിന്നെ വിശ്വസിച്ച് ജീവിതത്തിലോട്ട് 3 കുട്ടികളുമായിട്ട് നിൽക്കുന്നൊരു വൈഫിനെ പറ്റിയിട്ട് നീ എന്താ കൺസേൺ അല്ല, അത് അവൾ നിന്നോട് എന്തെങ്കിലും തെറ്റ് ചെയ്തോ എന്തോ. പിന്നെ എക്സ്ട്രാ മാറ്റർ റിലേഷൻഷിപ്പ് ഉണ്ടാവാൻ ഭാര്യയും പങ്കാളികൾ തെറ്റ് ചെയ്യണമെന്നൊന്നുമില്ല. അത് മനസ്സിൻ്റെ ഒരു അതിപ്പം സൈക്കോളജി പഠിച്ച് എനിക്ക് പറയാൻ പറ്റും. പെങ്ങളെ സംബന്ധിച്ചോളം അവർ ആ ക്വസ്റ്റ്യൻസ് ആണല്ലോ ചോദിക്കുന്നത് സ്വാഭാവികമായിട്ടും. അപ്പം അയാൾക്ക് അതിന് ഉത്തരവില്ല. അപ്പം ഞാൻ പിന്നെ ഈ കുട്ടിയെ കണ്ടപ്പോൾ ഒറ്റയ്ക്ക്, ഈ പെൺകുട്ടി ഉണ്ടല്ലോ, ഈ ക്ലൈൻറ്റിൻ്റെ കാമുകിനെ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, ആക്ച്വലി എന്തിനാണ് ഈ ഒരു മെഡിസിൻ കഴിച്ചതെന്ന് ചോദിച്ചപ്പോൾ പുള്ളിക്ക് കുറച്ച് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു, അപ്പോൾ അതുകൊണ്ട് കഴിച്ചതാണ്. ഓക്കെ, അപ്പം മെഡിസിൻ BP എടുക്കുന്നതെന്നൊക്കെ അറിയാമായിരുന്നു? അതറിയാമായിരുന്നു. ഞാൻ പറഞ്ഞു എന്ത് പ്രോബ്ലമാണ് അത്? ഇറക്ഷൻ്റെ പ്രശ്നം ഒക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ചോദിക്കാതിരിക്കാനായില്ല. അത്രയും സ്നേഹം, ഇപ്പം നിങ്ങൾ ഈ പ്രകടിപ്പിക്കുന്ന അത്രയും സ്നേഹം നിങ്ങൾക്ക് ആ മനുഷ്യനോടുണ്ടെങ്കിൽ, അയാളുടെ ശരീരത്തിലെ കുറവുകൾ, അതിന് എന്തിനാണ് ഒരു ആർട്ടിഫിഷ്യൽ ഇത് സ്വീകരിക്കുന്നത്? അയാളായിട്ട് അക്സെപ്റ്റ് ചെയ്തൂടെ അല്ലേ? ഞാനത് ചോദിച്ചത് ഒരിക്കലും അതിനെ ഇൻസൾട്ട് ചെയ്യാനല്ല. ഇപ്പോൾ പിരിയാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല, അത്രയും കഠിനമായ എന്താ പറയുക, ഒരാളില്ലാതെ മറ്റാൾ ജീവിക്കില്ല എന്നൊരവസ്ഥയാണ്. അങ്ങനെയാണെങ്കിൽ ഇയാൾക്ക് ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ
ശരിക്കും ഒരു സ്ത്രീയുടെ ഓർഗാസം എന്നൊക്കെ പറയുന്നത് ശരീരം കൊണ്ട് മാത്രമല്ല, മനസ്സും ശരീരവും മൈൻഡ് സെറ്റും പിന്നെ ശരീരവും അങ്ങനെ വേണം വരാൻ. അല്ലാതെ ശരീരം കൊണ്ട് മാത്രമല്ല സ്ത്രീക്കും പുരുഷനും സംഭവിക്കുന്നത്. അപ്പോൾ അത് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അതിനെ അതായിട്ട് അക്സെപ്റ്റ് ചെയ്തൂടെ? എന്നിട്ട് ഈ ബന്ധം നിങ്ങൾക്ക് അവിടെ അങ്ങനെ ഒരു സെക്ഷൽ കോണ്ടാക്റ്റ് നിങ്ങൾക്ക് സാധ്യമായിരുന്നില്ലേ ചോദിച്ചു. അപ്പോൾ ഒന്നും മിണ്ടിയില്ല. ആ സിസ്റ്ററിൻ്റെ ഒരു ഇടപെടൽ ഒരിക്കൽ പോലും അവർ ഈ പെൺകുട്ടിയെ മോശമായിട്ട് പറയുകയോ ഒന്നും ചെയ്തില്ല. ഞാൻ എൻ്റെ ഒരു കാരണം അവർ അതിനെക്കുറിച്ചൊന്ന് ബോധവൽക്കരണം നടത്താൻ വേണ്ടി ഞാൻ ചോദിച്ച ക്വസ്റ്റ്യൻസ് അല്ലാണ്ട് കുറ്റപ്പെടുത്തലൊന്നും അവിടെ വന്നില്ല. കാരണം രണ്ടുപേരുടെ ഫാമിലിയിൽ ഈ സ്ത്രീയുടെ ഫാമിലിയെ അറിയിക്കാണ്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതുവരെയുള്ള കാര്യങ്ങൾ. അന്ന് ഇതുപോലെ വേറൊരു കേസുണ്ടായിരുന്നു. നമ്മളെപ്പോഴും ഈ നാത്തൂനെ അമ്മായിമ്മയൊക്കെ കുറ്റം പറയുമല്ലോ. അതിൽ അമ്മായിമ്മയും മരുമോളും കൂടിയാണ് വന്നത്. അപ്പം അമ്മായിമ്മ പറയുന്നുണ്ടായിരുന്നു, ഞാനും ഇവളും ഒട്ടും ചേരത്തില്ല, ഞങ്ങൾ തമ്മിൽ ഭയങ്കര കച്ചടയാണ്, പക്ഷേ അവനിതേ പുതിയൊരു ബന്ധം വന്നെന്ന് പറഞ്ഞു. അത് ഞാൻ സമ്മതിക്കത്തില്ല. ഞാൻ ജീവനിലുള്ളിടത്തോളം കാലം അവൻ കെട്ടിയ പെണ്ണിനെ തന്നെ ഞാൻ മരുമോളായിട്ട് ഇവളെ വിളക്ക് കൊടുത്ത് സ്വീകരിച്ചു. അത് അവൾ തന്നെ എൻ്റെ മരുമകൾ. അവൾ ഞാനും തമ്മിൽ പല പ്രശ്നം ഉണ്ടാവും. അപ്പം ഈ പെൺകുട്ടിയുടെ കണ്ണിൽ കണ്ണുനീര് വന്നു. അപ്പം അതും ഈ സ്ത്രീ പറയുമായിരുന്നു, അവർ നാട്ടിലെ ഒരു എന്താ പറയുക, ഒരുപാട് ഇങ്ങനെ പുരുഷന്മാരെ കറക്കുന്ന ഒരു സ്ത്രീയാണെന്നാണ് അറിഞ്ഞത്. ഈ അമ്മ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റാണ്, ശരിയോ തെറ്റോ എന്നൊന്നും നമുക്കറിയില്ല. എനിവേ അത് അമ്മയ്ക്ക് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. എൻ്റെ കുടുംബത്തിൽ ഇങ്ങനെ ഒരെണ്ണം സമ്മതിക്കില്ല, മരുമകൾ എന്നെ വിഷമിപ്പിച്ചിട്ടേ ഉള്ളൂ. പക്ഷേ ഈ കാര്യത്തിൽ ഞാൻ എൻ്റെ മകനെ വെട്ടിക്കൊന്നാലും ശരി, അവനെ എന്ത് ചെയ്തിട്ടാണെങ്കിലും അവളിൽ നിന്ന് ഞാൻ മോചിപ്പിക്കും. വിചിത്രമായ മനസ്സുകളാണല്ലേ. ഇപ്പോൾ ആദ്യത്തെ കേസിൽ ഞാൻ പലപ്പോഴും ഞാൻ പറയാറുണ്ട്, ഈ നമ്മളുടെ അസുഖങ്ങൾ, ശരീരത്തിൻ്റെ അസുഖത്തിൻ്റെ പലതരം മെഡിസിൻസ് കഴിക്കും. അതുകൂടാതെ ഈ ഉത്തേജനമായിട്ടുള്ള ഇങ്ങനെയുള്ള ഇതും കൂടെ എടുത്തിട്ട് മറ്റൊരിടത്ത് പോയി സെക്ഷൽ കോണ്ടാക്റ്റ് ചെയ്യുമ്പോൾ, ഒരു സിനിമയിലാണ് ഞാനത് കണ്ടിട്ടുള്ളത്, പക്ഷെ റിയൽ ലൈഫിൽ ഒരുപാട് കേൾക്കുന്നുണ്ട് ഇപ്പോൾ. അങ്ങനെയൊക്കെ ഒന്ന് സംഭവിച്ചാൽ ശരിക്കും എന്തൊരു ട്രോമയല്ലേ. അങ്ങനെ ഒന്ന് നടക്കുന്നെങ്കിൽ നടന്നോട്ടെ. രണ്ട് വ്യക്തികളുടെ സ്വാതന്ത്ര്യമാണ്, പ്രായമായ രണ്ട് വ്യക്തികളുടെ സ്വാതന്ത്ര്യമാണ്. പക്ഷേ അങ്ങനെ തന്നെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ലേ? എല്ലാ കുറവുകളോടും കൂടി അക്സെപ്റ്റ് ചെയ്യുമ്പോഴല്ലേ അതൊരു പ്രണയമാകത്തുള്ളൂ അല്ലേ?